Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിത്തെ 5th മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇതിത്തെ ആദ്യത്തെ മൊഡ്യൂൾ, അതായത് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന മൊഡ്യൂൾ നമ്മൾ ഇതിന്റെ മുന്നിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ കാണുക. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിത്തെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മൊഡ്യൂള്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് 5th മൊഡ്യൂളാണ്. ഇതിൽ നമുക്ക് 2 തിയറി ചാപ്റ്ററും 2 പ്രോബ്ലം ചാപ്റ്ററാണ് വരുന്നത്. അതിൽ കൂടുതൽ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരാറില്ല, എന്നാലും നമ്മൾക്ക് പ്രോബ്ലംസ് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്നുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ദെൻ അതിന് ശേഷം നമ്മുടെ മറ്റുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ മറ്റുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത് നമ്മൾ നോക്കാൻ പോണതാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഓർ അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററുടെ നെയിം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസിംഗ് ദ പ്രൈസ് ലെവലിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അതാണ് സിംപ്ലി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ്. Then which regularly record all items in financial statement at their current value. അതായത് കറന്റ് വാല്യൂയിലുള്ള കറന്റ് വാല്യൂസിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഓരോ ഐറ്റംസും റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മളുടെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ മെത്തേഡ് ഡിവൈസ് ടു ഷോസ് ദ എഫക്ട് ഓഫ് ചേഞ്ചിങ് കോസ്റ്റ് ആൻഡ് പ്രൈസിംഗ് ഓൺ ദ എഫയർ ഓഫ് ദ കമ്പനി ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് റിലേറ്റീവ് അക്കൗണ്ടിംഗ് പീരിയഡ്. അതായത് നമ്മളുടെ ഇപ്പോൾ ഉള്ള അക്കൗണ്ടിംഗ് പീരിയഡിൽ നമ്മളുടെ കോസ്റ്റും ആസ് വെൽ ആസ് പ്രൈസ്, ഇത് രണ്ടും തമ്മിലുള്ള പ്രൈസിന്റെ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നതാണ് നമ്മളുടെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളുടെ അക്കൗണ്ടിംഗ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്താണ്, അതേപോലെ തന്നെ ഇതിന്റെ മുന്നിലുള്ള പ്രീവിയസ് മാർക്കറ്റ് പ്രൈസ് എന്താണ് എന്നുള്ളതിന്റെ രണ്ടിന്റെയും കമ്പാരിസൺ. അപ്പൊ അത് രണ്ടിന്റെയും നമുക്ക് എന്താ ഉണ്ടാവുക? പ്രൈസ് ലെവൽ ചേഞ്ചസ് ഉണ്ടാകും. ജസ്റ്റ് അങ്ങനെ നമ്മളുടെ നോക്കുന്നതാണ് നമ്മളുടെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിന്റെ മെറിറ്റ്സ് പറയുന്നുണ്ട്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിന്റെ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾക്ക് ഒരു ബെറ്റർ കമ്പാരിസൺ, അതായത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അറിയാനും, അതേപോലെ തന്നെ നമ്മളുടെ ലോസ് എന്താന്നുള്ളത് അറിയാനും, നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താ എന്നുള്ളത് അറിയാനും, അതേപോലെ തന്നെ നമ്മളുടെ അസറ്റ്സ് ഉണ്ടാകും, അസറ്റ്സിന്റെ വാല്യൂസ് അറിയാനും, ഇതിനൊക്കെ നമ്മളുടെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ അസറ്റ്സിന്റെ കറന്റ് വാല്യൂസ് നമ്മൾക്ക് ബാലൻസ് ഷീറ്റിൽ ഇതിലൂടെ നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ ഡിപ്രീസിയേഷനൊക്കെ മൈനസ് ചെയ്തിട്ട് നമ്മൾ കാണിക്കുമല്ലോ, അതിനെയാണ് നമ്മളുടെ കറന്റ് ലെവൽ ചേഞ്ചസ് അസറ്റ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ട് then അതിനുശേഷം വരുന്നുള്ള ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസിലുള്ള അസറ്റ്സിന്റെ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കറന്റ് പ്രോഫിറ്റിന്റെ ബേസിസിൽ, നമ്മുടെ കറന്റ് പ്രോഫിറ്റിന്റെ ബേസിസിലും അതേപോലെ തന്നെ കറന്റ് പ്രൈസസിന്റെ ബേസിസിലും ഉള്ള ഐറ്റംസിനെയാണ് നമ്മൾക്ക് കാണിക്കുന്നത്. അതിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ എംപ്ലോയീസും ഷെയർ ഹോൾഡേഴ്സും മറ്റുള്ള പബ്ലിക്കിന് തന്നെ ഒരു പിക്ചർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കറന്റ് പ്രൈസ് ഓർ കറന്റ് കോസ്റ്റിന്റെ ബേസിസിലായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇൻഫ്ലേഷൻ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതും ഈ കറന്റ് വാല്യൂസിന്റെ അസറ്റ്സിന്റെ ബേസിസിലായിരിക്കും. സോ അതിന് നമ്മൾക്ക് ഈ ടൈം റീപ്ലേസ്മെന്റ് ചാർജ് എന്നുള്ളത് നമുക്ക് പറയാറുണ്ടല്ലോ, അതിനും നമ്മൾക്ക് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മളുടെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ദെൻ നമ്മളുടെ ഡിമെറിറ്റ്സ് ആണ്. ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് കറന്റ് ബേസിസിലാണ്. സോ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, സോ അതെന്ന് പറയുന്നത് ഒരു ഡിമെറിറ്റ്സ് ആണ്. അതേപോലെ തന്നെ നമ്മൾക്ക് നമ്പർ ഓഫ് കാൽക്കുലേറ്റഡ് കാൽക്കുലേഷൻസ് ഉണ്ടാകും. ആ കാൽക്കുലേറ്റഡ് കാൽക്കുലേഷൻസിന് വന്നിട്ട് നമ്മളുടെ ചാർജ് ചെയ്യുന്നത് കോസ്റ്റ് പെർ പ്രൈസ് ലെവലിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. സോ അതിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ കൺസെപ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് വരുമ്പോൾ നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ എൻറ്റയർ ലൈഫിന്റെ ബേസിസിലാണ്. സോ എൻറ്റയർ ലൈഫിന്റെ ബേസിസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2020 ഒരു അസറ്റ്സ് വാങ്ങി 2021 എന്ന് പറയുമ്പോൾ അതിന് ഡിപ്രീസിയേഷൻ വരും. ദെൻ അതിനുശേഷമുള്ള വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് അസറ്റ്സിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈസ് കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച പ്രൈസിന്റെ ലെവൽ തന്നെ കിട്ടണം എന്നില്ല. ഒരുപക്ഷെ ഡിപ്രീസിയേഷൻ കൂടുതലായിട്ടുണ്ടാകാം, ഡിപ്രീസിയേഷൻ കുറവായിട്ടുണ്ടാകാം എന്നുള്ളതൊന്നും ഒരു ഡിമെറിറ്റ്സ് ആണ്. അതേപോലെ തന്നെ പ്രൈസ് ആർ ചേഞ്ചിങ് അറ്റ് എവറി ടൈം, അല്ലെ? നമ്മുടെ പ്രൈസസ് എന്ന് പറയുന്നത് ഓരോ സമയത്തും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സോ അതെന്ന് പറയുന്നത് നമ്മൾക്ക് ഡിഫിക്കൽട്ട് ആണ്. അതായത് ഈ നമ്മളുടെ ഇൻഫ്ലേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് അതെന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആണ്.
തന്നെ അതേപോലെ തന്നെ ഈ ഡീഫ്ലേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ ഡിപ്രീസിയേഷൻ വന്നിട്ട് നമുക്ക് കുറവായിട്ട് നമ്മൾ ചാർജ് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണതാണ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഓർ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് മൊത്തം 4 മെത്തേഡ്സ് ആണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 2 മെത്തേഡ്സിലാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. ദെൻ ബാലൻസ് ഉള്ള 2 മെത്തേഡ്സിൽ നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരാറൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് കറന്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിംഗ് എന്നുള്ളതാണ്, CPPA എന്നുള്ളതാണ്. ദെൻ കറന്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ്, CCA എന്നുള്ളതാണ്. ദെൻ സ്പെസിഫിക് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ അക്കൗണ്ടിംഗ്, SGPLA. ദെൻ പീരിയോഡിക് റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് അലോങ് വിത്ത് ദ അഡോപ്ഷൻ ഓഫ് ലിഫോ മെത്തേഡ് ഓഫ് ഇൻവെന്ററി എന്നുള്ള 4 മെത്തേഡ്സ് ആണ് നമ്മൾക്ക് ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗിൽ വരുന്നത്. സോ ഇതിൽ ആദ്യത്തെ മെത്തേഡാണ് CPPA മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾക്ക് ജനറൽ പ്രൈസ് ലെവൽ അക്കൗണ്ടിംഗ് എന്നുകൂടി പറയാം. ഈ മെത്തേഡിൽ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഓൾ ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ റീസ്റ്റേറ്റഡ് ഇൻ ദ ടേംസ് ഓഫ് കോൺസ്റ്റന്റ് യൂണിറ്റ് ഓഫ് മണി. ഓക്കെ, ഓരോന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മളുടെ മണി എന്നുള്ള ടേംസിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഡേറ്റ അഡ്ജസ്റ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രൂവ്ഡ് ജനറൽ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഇൻഡെക്സ് തന്നിട്ടുണ്ടാകും, നമ്മൾക്കൊരു അസറ്റ്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ലൈബിലിറ്റീസ് അങ്ങനെയുള്ള വാല്യൂസ് തന്നിട്ടുണ്ടാകും. ഈ ഇൻഡെക്സിന്റെ ബേസിസിലാണ് നമ്മളുടെ അസറ്റ്സിന്റെ വാല്യൂസും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അത് CPPA മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിംഗിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണത്. അതേപോലെ തന്നെ മോണിറ്ററി ഐറ്റംസും ആൻഡ് നോൺ മോണിറ്ററി ഐറ്റംസ് നമുക്ക് ഇതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ സെയിം ഫിഗേഴ്സിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് തന്നിട്ടുണ്ടാകും. അതെന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലായിരിക്കും? നമ്മുടെ കറന്റ് വാല്യൂസിന്റെ ബേസിസിലായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് മാത്രമല്ലാതെ ഇപ്പൊ നമ്മുടെ അസറ്റ്സിലെ ഡിപ്രീസിയേഷൻ വരുവാണെങ്കിൽ നമുക്ക് അതിലൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ലൈക്ക് ഇപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഡിപ്രീസിയേഷന്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു അക്കൗണ്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ CPPA മെത്തേഡ്സിൽ നമുക്ക് ഈ മെത്തേഡ്സിൽ ഈ അക്കൗണ്ട് മാത്രമല്ലാതെ മറ്റുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ മെത്തേഡ്സിൽ വരുന്നത്, അതായത് നമ്മുടെ CPPA മെത്തേഡിൽ വരുന്നത്. സോ ഇതിൽ വന്നിട്ട് ഒരു ഫോർമുല കൂടി പറയുന്നുണ്ട്, കൺവേർഷൻ ഫാക്ടർ എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് നമ്മൾക്കിപ്പോ നമ്മൾ ഇൻഡെക്സ് തന്നിട്ടുണ്ടാകും, ആ ഇൻഡെക്സ് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇൻഡെക്സ് യു ആർ കൺവേർട്ടഡ് ടു ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് യു ആർ കൺവേർട്ടിംഗ് ഫ്രം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ 100ൽ 80 എന്നുള്ളത് പറയില്ലേ, അതാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. അതായത് ഇതിന്റെ മുന്നിൽ നമ്മൾക്ക് എക്സാമിന് വന്ന ബേസിസിലുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ ഇതിൽ അങ്ങനെ പ്രോബ്ലംസ് കൂടുതൽ വന്ന് കണ്ടിട്ടില്ല, ഏതോ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം കണ്ടിട്ടുണ്ട്. സോ ആ പ്രോബ്ലംസ്, അതായത് ഇതിന്റെ ബേസിസിലുള്ള പ്രോബ്ലം ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എ കമ്പനി ഹാഡ് ദ ഫോളോയിങ് ഐറ്റംസ് 1st January 2006. അതായത് ഇത് നമ്മുടെ ഓൾഡിലുള്ള ഒരു ബുക്കിന് എടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അതിൽ നമുക്ക് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് 41,000, then bills receivable 10,000, then cash 20,000, അങ്ങനെ 71,000 ഉണ്ട്. അതിൽ നിന്ന് ബിൽസ് പേയബിൾ മൈനസ് ചെയ്യുക, അതായത് 10,000, then ക്രെഡിറ്റേഴ്സ് വന്ന് നമുക്ക് 25,000 ഉണ്ട്, then 35,000 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ അത് മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് മോണിറ്ററി അസറ്റ്സ് ആയിട്ട് നമുക്ക് 36,000 ഉണ്ട്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റ് എന്നുള്ള ഇതിന്റെ രീതിയിലോട്ട് തന്നിട്ടുള്ളതാണ്. ദെൻ നമ്മൾക്ക് അതിന്റെ താഴെ വന്നിട്ട് നമുക്ക് മോണിറ്ററി ഐറ്റംസ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. സോ ഇത് നമ്മൾക്ക് സെയിൽസ് ഓഫ് ₹1,40,000 were made every yearly throughout the years. അതെന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ് ₹1,05,000 made during the year. Then operating expenses of ₹3,50,000 were incurred eventually throughout the year. Then on machine was sold for ₹18,000 on 1st July. Then on one machine was purchased for ₹25,000 on 31st December. The general price index as follows. അതിൽ നമുക്ക് ജനറൽ പ്രൈസ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. സോ ഇതിൽ വന്നിട്ട് 1st January നമ്മൾക്ക് 300 ആണ് ഇൻഡെക്സ്. ദെൻ ആവറേജ് എന്ന് പറയുന്നത് 350 ആണ് വരുന്നത്. ദെൻ അതേപോലെ തന്നെ 1st July 360 ആണ് ഇൻഡെക്സ് വരുന്നത്. ആൻഡ് 31st December നമ്മൾക്ക് 400 ആണ് ഇൻഡെക്സ് വരുന്നത്. സോ യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ജനറൽ പർച്ചേസിംഗ് പവർ ഗെയിൻ ഓർ ലോസ് ഫോർ ദ ഇയർ എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ ഇതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ളത്
സോ ഇതിൽ നമ്മൾക്ക് വരുന്നതാണ്, നമുക്ക് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം നമ്മുടെ പെർട്ടിക്കുലേഴ്സ് ആണ്, ദെൻ നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കോളമാണ്, ദെൻ അഡ്ജസ്റ്റഡ് ഫാക്ടർ എന്നുള്ളതാണ്, ദെൻ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് ഫാക്ടർ, ദെൻ പെർച്ചേസിംഗ് പവർ ഗെയിൻ ഓർ ലോസ് എന്നുള്ളതായിട്ടാണ് നമുക്ക് കോളംസ് വരുന്നത്. സോ ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ എഴുതേണ്ടത് നമ്മുടെ നെറ്റ് മോണിറ്ററി അസറ്റ്സ്, അതായത് നമുക്ക് ഇതിന്റെ അസറ്റ്സിന്റെ വാല്യൂ ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. സോ നമുക്ക് അസറ്റ്സിന്റെ വാല്യൂ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 36,000 ആണ് നമ്മൾക്ക് അസറ്റ്സിന്റെ വാല്യൂ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് നെറ്റ് മോണിറ്ററി അസറ്റ്സ് എന്നുള്ളത് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ 36,000 ആണ് എഴുതേണ്ടത്. ദെൻ ഈ 36,000 നമ്മൾക്ക് 31 ഡിസംബറിൽ എത്രയാ അഡ്ജസ്റ്റഡ് ഫാക്ടർ പറഞ്ഞിട്ടുള്ളത്? അഡ്ജസ്റ്റഡ് ഫാക്ടർ നമുക്ക് പറഞ്ഞിട്ടുള്ളത് 400 ആണ് അഡ്ജസ്റ്റഡ് ഫാക്ടർ. സോ 400 ഡിവൈഡഡ് ബൈ 1 ജനുവരിയിൽ നമ്മൾക്കുള്ളത് 300 ആണ്. അതായത് നമ്മൾ ഫോർമുല പറയുമ്പോൾ പറഞ്ഞു ലൈക്ക് നമ്മളുടെ അതായത് കറണ്ട് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ബേസ് ഇൻഡെക്സ് എന്നുള്ളതാണ്. ഓക്കെ, 400 എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് വരുന്നതാണ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലാസ്റ്റ് ഇയറിൽ വരുന്നതാണ്. ദെൻ ഈ 300 എന്ന് പറയുമ്പോൾ നമുക്ക് തുടക്കത്തിൽ വരുന്നതാണ് അല്ലേ. സോ 400 ഡിവൈഡഡ് ബൈ 300 ചെയ്യുക, അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 1.33 എന്നുള്ളത്. ദെൻ 36,000 ഡിവൈഡഡ് ബൈ 1.33 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 48,000 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, 36,000 ഇൻറ്റു 1.33 ചെയ്യുമ്പോൾ 48,000 ആണ് നമുക്ക് പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് ഫാക്ടർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മുന്നിലുള്ള കോസ്റ്റ് ആണ്. അഡ്ജസ്റ്റഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടതാണ്. പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതിന്റെ വാല്യൂ എന്താണ് എന്നുള്ളത് അറിയാനാണ്. ഓക്കെ, ദെൻ പെർച്ചേസിംഗ് പവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പെർച്ചേസും നമ്മളെല്ലാം ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റ് നമുക്ക് 2 അമൗണ്ട്സ് വരും. ആ 2 അമൗണ്ട്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് പെർച്ചേസിംഗ് പവർ, അതായത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത്. നമുക്ക് നോക്കുമ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും മൈനസ് ചെയ്തിട്ട് നമ്മൾ കാണിക്കില്ലേ, അങ്ങനെ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്ലസ് ഇൻക്രീസിംഗ് ഇൻ ദ അസറ്റ്സ്, മോണിറ്ററി അസറ്റ്സിന്റെ വാല്യൂ എത്രയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് സെയിൽസ് എത്രയാണ് നടന്നത്? 1,40,000 ആണ് നമുക്ക് സെയിൽസ് നടന്നത്. സോ 1,40,000 ആണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ വരുന്നത്. ദെൻ നമുക്ക് വരുന്നതാണ് 400 ഡിവൈഡഡ് ബൈ 350 ആണ്, അതായത് ആവറേജിലാണ് നമ്മൾക്ക് വരുന്നത് അല്ലെ. ആവറേജിൽ വരുമ്പോൾ നമ്മൾക്ക് വരുന്നതാണ് 350. അപ്പൊ നമ്മൾക്ക് കിട്ടുന്നതാണ് 1.428 ആണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾക്ക് ചെയ്യുമ്പോൾ ഇത് രണ്ട് 1,40,000 ദെൻ 1.1428 ചെയ്യുമ്പോൾ നമുക്ക് 1,60,000 ആണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളുടെ മെഷീൻ സെയിൽസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടിയത് 18,000 ആണ്. സോ 18,000 ദെൻ നമ്മളുടെ അഡ്ജസ്റ്റഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ 400 ഡിവൈഡഡ് ബൈ 360 ആണ്. അപ്പൊ ജൂലൈയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? മെഷീൻ വന്നിട്ട് നമ്മൾ സെയിൽ ചെയ്തത് അല്ലെ. അപ്പൊ 360 ആണ് നമുക്ക് വരുന്നത്. 1.11 ആണ് നമ്മൾക്ക് വരുന്നത്. സോ 18,000 ഇൻറ്റു 1.11 ചെയ്യുമ്പോൾ നമുക്ക് 20,000 ആണ് വരുന്നത്. ദെൻ നമ്മൾ ഇതിന്റെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ലൈക്ക് നമ്മുടെ 36,000, 1,40,000, 18,000 ചെയ്യുമ്പോൾ 1,94,000 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ദെൻ നമ്മുടെ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് ഫാക്ടറിൽ 48,000 പ്ലസ് 16,000 പ്ലസ് 28,000 ചെയ്യുമ്പോൾ 2,28,000. സോ 2,28,000 മൈനസ് 1,94,000 ചെയ്യുമ്പോൾ നമുക്ക് 34,000 ആണ് നമ്മൾക്ക് വരുന്നത്. സോ ഇപ്പത്തെ ഉള്ളതെന്ന് പറയുമ്പോൾ 2,28,000 ആണ്. ഇതിന് മുന്നിലുള്ളതെന്ന് പറയുമ്പോൾ 1,94,000 ആണ്. സോ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലോസ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ലെസ് ഡിക്രീസ് ഇൻ മോണിറ്ററി അസറ്റ്സ്. മോണിറ്ററി അസറ്റ്സിന്റെ ഡിക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്രയാണ്? 1,05,000 ആണ് നമ്മൾക്ക് പറയുന്നത് അല്ലെ. 1,05,000 ആണ് നമ്മുടെ പെർച്ചേസ് ഓഫ് ഗുഡ്സ് ഡ്യൂറിംഗ് ദ ഇയർ പറയുന്നത്. 1,05,000 ആണ്. 400 ഡിവൈഡഡ് ബൈ 350 ആണ് നമ്മൾക്ക് ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. ചെയ്യുമ്പോൾ 1.1428 ആണ് വരുന്നത്. സോ ഇത് നമ്മൾ ഇൻഡു ചെയ്യുമ്പോൾ 1,20,000 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ദെൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 35,000 ആണ് വരുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ 400 ഡിവൈഡഡ് ബൈ 350 ആണ് നമുക്ക് ഇവിടെയും വരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് അത് നമ്മൾ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 40,000. ദെൻ പെർച്ചേസ് ഓഫ് മെഷീനറി 25,000 ആണ്. 400 ഡിവൈഡഡ് ബൈ 400 ആണ്. 1 ആണ് ഇൻഡെക്സ് വരുന്നത്. സോ 25,000 ആണ് നമുക്ക് ഇവിടെയും വരുന്നത്. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,05,000 35,000 പ്ലസ് 25,000 1,65,000 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ദെൻ നമ്മൾക്ക് പ്രൈസ് ലെവൽ ചേഞ്ചസിൽ 1,20,000 പ്ലസ് 40,000 പ്ലസ് 25,000 നമുക്ക് 1,85,000 ആണ് ഇവിടെ വരുന്നത്. ദെൻ നമ്മൾ രണ്ടും നോക്കുന്ന സമയത്ത് 1,85,000 മൈനസ് 1,65,000
20,000 ആണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഗെയിൻ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ നെറ്റ് പർച്ചേസിംഗ് അതായത് 34,000 മൈനസ് 20,000 എന്ന് പറയുമ്പോൾ 14,000 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. നെറ്റ് പർച്ചേസിംഗ് പവർ ഓഫ് ലോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് ഇങ്ങനെ ഐറ്റംസ് തന്നാൽ നമ്മൾ CPPA മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് നോക്കേണ്ടത് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഫിഫോവും ലിഫോവും വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആൻഡ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള രണ്ടെണ്ണം. ഇത് നമ്മളിതിന് മുന്നിൽ പഠിച്ചതാണ്. ഈ ഫിഫോവും ലിഫോവും എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. സോ അതിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ CPPA മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, so from the following information given below, ascertain cost of sales and closing inventory under current purchasing power method if ഓർഗനൈസേഷൻ ഫോളോ ആൻഡ് ഫിഫോ ആൻഡ് ലിഫോ. ഇതിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഒറ്റ അക്കൗണ്ട് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്ക് ഫിഫോയുടെയും ലിഫോയുടെയും ആയിട്ട് രണ്ട് അക്കൗണ്ട്സ് ആണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് പറയുന്നുണ്ട്, പെർട്ടിക്കുലേഴ്സ് പറയുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റും പറയുന്നുണ്ട്, ജനറൽ പ്രൈസ് ലെവൽ ഇൻഡെക്സും പറയുന്നുണ്ട്. ഇൻവെന്ററി ആസ് ഓൺ 31st December 2005. ഓക്കെ, 40,000. ദെൻ 200 ആണ് ഇൻഡെക്സ് വരുന്നത്. ദെൻ പർച്ചേസിംഗ് ഡ്യൂറിംഗ് ദ ഇയർ 30,000. 220 ആണ് ഇൻഡെക്സ് വരുന്നത്. ദെൻ ഇൻവെന്ററി ഓൺ 31st December 2006 50,000. 230 ആണ് ഇൻഡെക്സ് വരുന്നത്. ഓക്കെ, സോ ഇതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, നമ്മൾക്ക് സെയിൽസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതിന്റെ മുന്നിൽ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾക്ക് എന്താണ് നെറ്റ് മോണിറ്ററി അസറ്റ്സ് എന്നുള്ള വാല്യൂ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ഇൻവെന്ററീസും പർച്ചേസിംഗും മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നിൽ സെയിൽസ് എത്രയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയണം. പർച്ചേസ് എത്രയാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ സെയിൽസ് എത്ര ചെയ്തത് എന്നുള്ളത് കൂടി നമുക്ക് അറിയണം. സോ ആദ്യം നമ്മളിവിടെ നോക്കേണ്ടത് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് 40,000 ആണ് വരുന്നത്. ദെൻ നമ്മളുടെ പർച്ചേസ് എന്ന് പറയുന്നത് 3,10,000 ആണ് നമുക്ക് വരുന്നത്. ദെൻ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് 50,000 ആണ് വരുന്നത്. സോ നമ്മൾക്ക് 3 lakh ആണ് നമ്മൾക്ക് എന്തായിട്ട് വരുന്നത്, നമ്മളുടെ കാൽക്കുലേഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ നമ്മുടെ ഫിഫോ മെത്തേഡിന്റെ ബേസിസിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കാൻ പോണത്. ഓക്കെ, സോ നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് അതായത് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് 40,000 ആണ് നമുക്ക് വരുന്നത്. സോ ഇതിൽ നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാ വരയ്ക്കേണ്ടത് എന്നുള്ളത്. സോ അതേപോലെ തന്നെ വരയ്ക്കുക. പെർട്ടിക്കുലേഴ്സ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അഡ്ജസ്റ്റഡ് ഫാക്ടർ, പ്രൈസ് ലെവൽ. ഓക്കെ, ദെൻ നമ്മൾക്ക് ഇവിടെ വരുന്നത് 230 ആണ് നമുക്ക് ഇൻഡെക്സ് ആയിട്ട് വരുന്നത് അല്ലെ. 230 അതായത് ഇൻവെന്ററി ലാസ്റ്റ് മന്തിത്തെ ഇൻവെന്ററി എന്ന് പറയുന്നത് 230 ആണ്. 230 ഡിവൈഡഡ് ബൈ 200 അതായത് നമ്മുടെ ഓപ്പണിംഗ് എന്നുള്ളത്. ഓക്കെ, 230 ഡിവൈഡഡ് ബൈ 200 എന്ന് പറയുമ്പോൾ 1.15 ആണ് വരുന്നത്. രണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 46,000 ആണ് നമുക്ക് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആയിട്ട് വരുന്നത്. ദെൻ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഒരു അക്കൗണ്ട് അതായത് നമ്മുടെ പർച്ചേസിംഗ് പവർ ഓർ ഗെയിൻ ഓർ ലോസ് എന്നുള്ളത് നമ്മൾ വരച്ചില്ല. എന്തുകൊണ്ടാ വരച്ചില്ല? ഇതിന്റെ മുന്നിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന്. പക്ഷെ ഇതിൽ നമ്മൾക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളുടെ ലിഫോയും ഫിഫോയും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾക്ക് അപ്പുറത്തെ സൈഡ് ഒരു കോളം വരാത്തത്. അപ്പൊ 46,000 ആണ് നമുക്ക് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആയിട്ട് കിട്ടിയത്. ദെൻ നമ്മളുടെ ടേക്കൺ ഔട്ട് ഓഫ് പർച്ചേസ് അതായത് 3 lakh ആണ് നമുക്ക് കിട്ടിയത്. അതായത് നമ്മുടെ സെയിൽസ് നമ്മൾ കിട്ടിയത് 3 lakh ആണ്. അതിൽ നമ്മുടെ 40,000 മൈനസ് ചെയ്യുമ്പോൾ 2,60,000 ആണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്, അതായത് നമ്മുടെ പർച്ചേസ് ആയിട്ട്. ദെൻ അഡ്ജസ്റ്റഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ 230 ഡിവൈഡഡ് ബൈ 220 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, പർച്ചേസ് എന്ന് പറയുമ്പോൾ 220 ആണല്ലോ ഇവിടെ ഇൻഡെക്സ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ 1.1045 ആണ് നമുക്ക് കിട്ടുന്നത്. രണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 271818 ആണ് നമുക്ക് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ ടോട്ടൽ ചെയ്യുക. ഇപ്പുറത്തെ സൈഡ് നമുക്ക് 3 lakh ഇപ്പുറത്ത് നമ്മൾക്ക് 31,7818 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് 50,000 ആണ്. 50,000 നമുക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.105 ആണ്. ഇത് രണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 52,273 ആണ് നമുക്ക് വരുന്നത്. ഇത് ജസ്റ്റ് അവിടെ നിന്ന് എഴുതി വെക്കാം. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിഫോ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് അക്കൗണ്ട് വരുന്നത് എന്നുള്ളതാണ്. പെർട്ടിക്കുലേഴ്സ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അഡ്ജസ്റ്റഡ് ഫാക്ടർ, പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്നുള്ളതാണ്. ദെൻ നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസും ഇതേപോലെ തന്നെ ക്ലോസിംഗ് ഇൻവെന്ററിയും കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളതും കൂടി എന്തായാലും ഞാൻ ഈ സൊല്യൂഷൻ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾ അതിന്റെ ബേസിസിൽ നിങ്ങൾ അത് എങ്ങനെയാ വന്നേ എന്നുള്ളത് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ CPPA മെത്തേഡിന്റെ ബേസിസിൽ നമ്മൾക്ക് വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, ദെൻ നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നതാണ്
കറന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. ഓക്കെ, സോ ഈ കറന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മുന്നിൽ നമ്മൾ നോക്കിയത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നുള്ളതിന്റെ ബേസിസിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. പക്ഷെ ഇതിൽ നമ്മളുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നുള്ളത് നമ്മൾ ഇതിൽ നോക്കുന്നില്ല. ഓക്കെ, അതിന് പകരം നമ്മൾ നോക്കുന്നത് നമ്മുടെ കറന്റ് കോസ്റ്റ് എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അതാണ് നമ്മളുടെ CCA മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ CCA മെത്തേഡിൽ നമ്മൾക്ക് വരുന്നതാണ് കറന്റ് കോസ്റ്റ് മെത്തേഡ് ഈസ് ആൻ ഓൾട്ടർനേറ്റ് ഓഫ് ടു CPPA മെത്തേഡ്. അതായത് നമ്മുടെ CPPA മെത്തേഡിന്റെ ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡാണ് ഈ കറന്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആവാത്തത് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ മെത്തേഡിൽ വന്നിട്ട് അസറ്റ്സ് ആർ വാല്യൂഡ് അറ്റ് കറന്റ് കോസ്റ്റ് ബേസിസിലായിരിക്കും ചെയ്യുന്നത്. സോ ഈ കറന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് is the cost at which the assets can be replaced as on a date. So നമ്മളുടെ ഈ ബേസിസിൽ വന്നിട്ട് നമ്മുടെ അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് കോസ്റ്റിന്റെ ബേസിസിൽ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിനെ വന്നിട്ട് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. ഈ മെത്തേഡിൽ നമ്മളുടെ കറന്റ് വാല്യൂസിന്റെ ഇൻഡിവിജ്വൽ ഐറ്റംസ്, അതായത് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം നമ്മൾ നോക്കുന്നത് നമ്മുടെ കറന്റ് കോസ്റ്റിന്റെ ബേസിസിലായിരിക്കും. അതിന്റെ ബേസിസിലാണ് നമ്മുടെ പ്രിപ്പറേഷൻസ്, നമ്മുടെ P&L അക്കൗണ്ടും നമ്മുടെ മറ്റുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന്റെ ബേസിസിന് പകരം നമ്മൾ ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഡെക്സ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നതായിരുന്നല്ലേ. പക്ഷെ ഇതിൽ നമുക്ക് ഇൻഡെക്സിന്റെ കാൽക്കുലേഷൻസ് ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ പ്രൈസ് ലെവൽ ചേഞ്ചസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നോർമൽ ആയിട്ട് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടാകും. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടാകും. ആ ബാലൻസ് ഷീറ്റിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഒരു ഫോർമുല നമ്മൾക്കുണ്ട്, ചെറുതായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അതിന്റെ ബേസിസിലായിരിക്കും നമ്മളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾക്കിപ്പോ നമ്മുടെ അസറ്റ്സിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാകുമല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് പറയുന്നുണ്ടാകും, ആ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ദെൻ നമ്മളുടെ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ള 4 മെത്തേഡിന്റെ ബേസ്, 4 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് ഈ 3 എന്താന്നുള്ളത് അറിയാം. ഡിപ്രീസിയേഷനും കോസ്റ്റ് ഓഫ് സെയിൽസ് അറിയാം, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്നുള്ളതൊക്കെ നമുക്കറിയാം. നമുക്കറിയാത്താണ് ഈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നതാണ് L/L+S/A എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഇതിൽ L എന്ന് പറയുന്നത് ആവറേജ് നെറ്റ് ബോറോയിങ്സ് ആണ്. ദെൻ S എന്ന് പറയുന്നത് ആവറേജ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. A എന്ന് പറയുന്നത് കറന്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ കറന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ നമ്മൾക്ക് ഇതിൽ നോക്കേണ്ടത് നമ്മളുടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ് വരുന്നത്. ഇതിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ CCA മെത്തേഡിന്റെ ബേസിസിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനെക്കാളും നമ്മുടെ CPA മെത്തേഡിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയുന്നതായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റ്, അതായത് ഇപ്പൊ ഉള്ള അതിന്റെ ബേസിസിലുള്ള ഒരു പ്രോഫിറ്റും ഒരു ഫിനാൻഷ്യൽ പൊസിഷനുമാണ് നമുക്ക് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ്സ് വന്നിട്ട് നമ്മൾക്ക് ചെയ്യാനായിട്ട് നമ്മൾക്ക് വരുന്നില്ല. ദെൻ അതേപോലെ തന്നെ ഇതിൽ ഇൻഫോർമേഷൻസ് പറയുന്നത് കറന്റ് കോസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റിന്റെ ബേസിസിൽ സ്യൂട്ടബിൾ ആയിട്ട് ഒരു ഡിവിഡൻഡ് പോളിസീസിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ കറന്റ് കോസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കറന്റ് കോസ്റ്റിന്റെ ബേസിസിലായിരിക്കും ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ദെൻ അതേപോലെ തന്നെ ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ദെൻ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള റിയൽ ബിസിനസ്സിൽ നമ്മളുടെ ടെക്നോളജീസിന്റെ ബേസിസിൽ ഈ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ദെൻ അതേപോലെ തന്നെ ഈ മെത്തേഡിൽ നമുക്ക് ഈ സബ്ജക്ടിവിറ്റി എന്നുള്ള കാര്യം ഉണ്ടല്ലോ, ഈ സബ്ജക്ടിവിറ്റി എന്നുള്ള കാര്യം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്നാണ് പറയുന്നത്. അതേപോലെ ദെൻ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം നമ്മളുടെ CCA മെത്തേഡ് റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ നമ്മുടെ ബിസിനസ്സിൽ, പക്ഷെ അത് വന്നിട്ട് റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്.
ദെൻ അതേപോലെ തന്നെ നമുക്ക് കുറെ ചേഞ്ചസ് വരില്ല, ഈ പർച്ചേസിംഗ് പവർ ചേഞ്ചസ്, നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊന്നും തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലോട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വേരിയസ് എലമെന്റ്സ് വരുമ്പോൾ നമ്മളുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമ്മൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതറിയാതെ നമുക്ക് അതിന്റെ ബേസിസിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ ഉള്ളതിന് മാത്രമാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നമുക്ക് CCI മെത്തേഡിന് അതിൻ്റെതായിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റീസ് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്യി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. സോ നമുക്ക് വാല്യുവേഷൻ ഓഫ് ടാക്സ് വരുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഏകദേശം ഇതിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇതിന് നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോ അതിന്റെ മുന്നിൽ നമുക്കൊരു കൺസെപ്റ്റ് നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് നമുക്ക് വരുന്നതാണ് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഈ ഫിക്സഡ് അസറ്റ്സ് ആർ റീവാലുവേറ്റഡ് ഇൻ ഈച്ച് ഇയർ ദർ വിൽ ബി എ ഷോർട്ട് ഫോൾ ഓഫ് ഡിപ്രീസിയേഷൻ. ദിസ് ഈസ് കോൾഡ് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതേപോലെ തന്നെ ഫേർണിച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ കൊല്ലവും ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ വന്നിട്ട് നമുക്ക് കുറഞ്ഞു വരും അല്ലേ. അതാണ് നമ്മുടെ ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രോസ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് മൈനസ് നെറ്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് മൈനസ് അതേപോലെ തന്നെ നമുക്ക് ബ്രാക്കറ്റിൽ വരുന്നതാണ് അക്യുമുലേറ്റഡ് പ്രീവിയസ്, അതായത് നമ്മുടെ പ്രീവിയസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഫോർ ദ കറണ്ട് ഇയർ എന്നുള്ളത് നമ്മൾ പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ബാക്ക്ലോഗ് ഡിപ്രീസിയേഷനിൽ വരുന്നത്. ദെൻ നമുക്ക് സോ അതാണ് നമ്മുടെ ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫോളോയിങ് ആർ ദ ഡേറ്റ റിലേറ്റഡ് ടു ജി ലിമിറ്റഡ്, പെർട്ടിക്കുലേഴ്സ് ബിഗിനിങ് ഇയർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എൻഡ് ഓഫ് ദി ഇയർ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നെറ്റ് ലോങ് ടേം ബോറോയിങ്സ് ആയിട്ട് 14,000 ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ആയിട്ട് 4,000, 2,800, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് 5,000, 5,600, ദെൻ ടാക്സ് ആയിട്ട് 1,500, 1,400, ക്യാഷ് ആയിട്ട് 5,000, 4,800. അതന്നെയാണ് നമുക്ക് വരുന്നത്. ദെൻ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ഫ്രം കറന്റ് കോസ്റ്റ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് 3780 അതേപോലെ തന്നെ 4756 ഉണ്ട്. ദെൻ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിട്ട് 500 600 ഉണ്ട്. ദെൻ നമ്മളുടെ കറന്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് 1,700 നമുക്ക് എൻഡ് ഓഫ് ദി ഇയർ ഉണ്ട്. അതേപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് നമുക്ക് 1,800, കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് 1,620, ദെൻ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് 1,120 ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ ഫൈൻഡ് ഔട്ട് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് റേഷ്യോ ആൻഡ് കറന്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആഫ്റ്റർ അബൈഡിംഗ് ഗിയറിംഗ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, L ഡിവൈഡഡ് ബൈ L പ്ലസ് S ഇൻറ്റു A എന്നുള്ളതാണ് നമുക്ക് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത്. അതിൽ L എന്ന് പറയുന്നത് ആവറേജ് നെറ്റ് ബോറോയിങ്സ് ആണ്. സോ ആവറേജ് നെറ്റ് ബോറോയിങ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ബിഗിനിങ് എമൗണ്ട് പ്ലസ് അബൈഡിംഗ് എമൗണ്ട് ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ബിഗിനിങ് എമൗണ്ട് പ്ലസ് അബൈഡിംഗ് എമൗണ്ട് ഡിവൈഡഡ് ബൈ 2. അതിൽ നമുക്ക് ബിഗിനിങ് എമൗണ്ട് ആയിട്ട് നമുക്ക് വരുന്നത് 19,500 ആണ്. അതായത് നമ്മുടെ ആദ്യമുള്ള ടാക്സ് ഓവർ ഡ്രാഫ്റ്റ് എല്ലാം പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് 19,500 പ്ലസ് 15,400, അതായത് നമ്മുടെ എൻഡിൽ വരുന്നത്. അത് രണ്ടും പ്ലസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ L എന്ന് പറയുന്നത്. അപ്പോൾ 17,450 ആണ് നമുക്ക് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളുടെ S, അതായത് ആവറേജ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. അതിന് നമ്മൾക്ക് ബിഗിനിങ് എമൗണ്ട് പ്ലസ് എൻഡിങ് എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ 2. ആദ്യത്തെ ബിഗിനിങ് എമൗണ്ട് എന്ന് പറയുന്നത് 37,580 ആണ് നമ്മൾക്ക് വരുന്നത്. ദെൻ 47,656 ആണ് നമുക്ക് വരുന്നത്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 42,618 ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ L S നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഗിയറിംഗ് റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. സോ ഈ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയത്, 17,450 ആണ് വന്നത് നമുക്ക് എല്ലായിട്ട്. ഡിവൈഡഡ് ബൈ 17,450 പ്ലസ് 42,618 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇൻറ്റു 6240 ആണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ ലാസ്റ്റ് നമുക്ക് ഇതെല്ലാം പ്ലസ് ചെയ്തിട്ട് ഒരു എമൗണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ, 6240. ആ 6240 ആണ് നമുക്ക് വരുന്നത്. സോ 17,450 ഡിവൈഡഡ് ബൈ 6,068 ആണ് നമുക്ക് അവിടെ വരുന്നത്. അതിന്റെ കൂടെ നമുക്ക് ഇൻറ്റു 6240 ചെയ്യാം. അപ്പൊ ഇത് രണ്ട് ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ
0.291 ആണ് വരുന്നത്. ഇതിന്റെ കൂടെ നമ്മുടെ 6240 ഇൻറ്റു ചെയ്യുമ്പോൾ 1816 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഗിയറിംഗ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറന്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആഫ്റ്റർ അബൈഡിങ് ഗിയറിംഗ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ടോട്ടൽ കറന്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 6240 ആണ് വരുന്നത്. അതിൽ നമ്മുടെ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്? 1816 ആണ് നമുക്ക് കിട്ടിയത്. സോ അത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ 4424 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ CCA മെത്തേഡ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് വരുന്ന തേർഡ് മെത്തേഡാണ് നമ്മുടെ ഹൈബ്രിഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ CCAവും അതേപോലെ തന്നെ CPPA അത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ഈ ഹൈബ്രിഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് അത്ര മാത്രമേ നോക്കാനുള്ളൂ, അതായത് പ്രോബ്ലം ഒന്നും വരാറില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.